ഹായ് ഓൾ വെൽക്കം ടു ഷാസോൾ. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ചെമ്മീൻ മപ്പാസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ചെമ്മീൻ കറി നമ്മളിതിൻ്റെ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ടത് ഒരുപാട് പേര് കണ്ട് നല്ല കമൻസൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതതുപോലെ വേറൊരു ചെമ്മീൻ റെസിപ്പിയാണ്. അപ്പോൾ അതൊരു 1/2 കിലോ ചെമ്മീൻ നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. മുളക് പൊടി അധികം ആവേണ്ട, കറിയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി പോവും. ഒന്ന് നല്ലപോലെ മാരിനേറ്റ് ചെയ്തെടുത്തതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് കുറച്ച് നേരം വെക്കാം ഒന്ന് സെറ്റ് ആവാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി, ഈ ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടാണ്. എന്നിട്ട് നമുക്ക് ഈ ഒരു മാരിനേറ്റ് ചെയ്ത ചെമ്മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിപ്പോൾ അത്യാവശ്യം സൈസുള്ള ചെമ്മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിങ്ങനെ ഒരുപാട് ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് 2 സൈഡൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. പിന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് കമൻറ്റ് ബോക്സിലൊന്ന് എഴുതി അറിയിക്കുകയും കൂടി ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ അത് ചെമ്മീൻ പാനിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒക്കെ ഒന്ന് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുകയാണ്. പച്ചമുളക് ഒരു 4-5 ഞാൻ എടുത്തിട്ടുണ്ട്, എരിവിന് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഒന്ന് എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം. ഞാൻ അത്യാവശ്യം കനത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 1/4 ഇഞ്ച് കനത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള സവോളയാണ്. 2 സവോള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് വാടി വേണ്ടി വരേണ്ട കാര്യമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടെ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ചെമ്മീനിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഉപ്പിടണ്ട. ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ക്യാപ്സിക്കമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഗ്രീൻ കളർ ക്യാപ്സിക്കം സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഒരു 1/2 ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് തക്കാളിയാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1.5 തക്കാളി, നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് വേണം എടുക്കാൻ കേട്ടോ. കാരണം ഈ ഒരു കറിയിൽ പുളിക്കായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് തക്കാളിയാണ്. തക്കാളിയുടെ പുളിയാണ് ഇതിലുണ്ടാവുക. തക്കാളിയും അത്യാവശ്യം വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ലെമൺ ജ്യൂസ് ഈ ഒരു സമയത്ത് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. മുളക് പൊടി വളരെ കുറച്ച് ഇടുന്നുള്ളൂ. മെയിനായിട്ട് എരിവിന് പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെ എരിവാണ് ഈ ഒരു കറിക്ക് ഉണ്ടായിരിക്കുക. ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് 2 മിനിറ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ ഒരു മസാലയുടെ ഒക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങാപ്പാലാണ്. ഇപ്പോൾ തേങ്ങയുടെ 2ാം പാൽ എന്ന് വെച്ചാൽ കട്ടിയുള്ള പാൽ മാറ്റി വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ടുള്ള തേങ്ങാപ്പാലാണ്. കട്ടിയുള്ള തേങ്ങാപ്പാൽ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഒരു 1.5 കപ്പ് മുതൽ 2 കപ്പ് വരെ ആവും. നല്ല തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ചൂടായി വരട്ടെ. തേങ്ങാപ്പാലൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സായി ഒന്ന് ചൂടായിട്ട് വരണം. അപ്പോൾ 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഒക്കെ നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചെമ്മീൻ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മറ്റുള്ള മീൻ പോലെയല്ല, ചെമ്മീനായതുകൊണ്ട് തന്നെ നമുക്ക് ഇളക്കി കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ആ ഒരു തേങ്ങാപ്പാലിൻ്റെ ഫ്ലേവറും മറ്റേ മസാലയുടെ ഫ്ലേവറൊക്കെ ചെമ്മീനിൽ പിടിച്ച്, അതുപോലെ ചെമ്മീൻ്റെ ഫ്ലേവർ കറിയിലൊക്കെ ഇറങ്ങി ഒന്ന് മിക്സായിട്ട് വരാൻ ഒന്ന് അടച്ച് 2 മിനിറ്റ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ അത് 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും കറിയൊക്കെ നല്ലപോലെ ഒന്ന് തിളച്ച് നല്ല വറ്റി വന്നിട്ടുണ്ട്. ഒന്ന് നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. തേങ്ങയുടെ 1ാം പാൽ, അധികം വെള്ളം ഒഴിക്കാതെ എടുത്തിട്ടുള്ള തേങ്ങാപ്പാൽ. അപ്പോൾ അത് ഏകദേശം ഒരു 1/4 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങയുടെ 1ാം പാൽ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. പിന്നെ നല്ല കറികളെ പോലെ തന്നെ 1ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് കറി തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ആ കറി ഒന്ന് ചൂടായി വന്നാൽ മതി. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ അതേ കറിയൊക്കെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം, ഒരുപാട് തിളക്കണ്ട. എന്നിട്ട് അടച്ചു വെച്ച് കൊടുക്കാം. കുറച്ച് സമയം അവിടെ ഇരിക്കട്ടെ. ഇരിക്കും തോറും ഈ കറി നല്ല തിക്കായിട്ട് വരും. നല്ല അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും വൈറ്റ് റൈസിൻ്റെ ഒക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ്.
അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിലും കൂടെ ഒന്ന് എഴുതി അറിയിക്കാം. അപ്പോൾ നമുക്കിനി ഇതുപോലെ അടുത്ത നല്ല റെസിപ്പിയൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.